നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാലും മാത്രമല്ല നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. അത് മാത്രമല്ല ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങേണ്ട കാര്യം പറഞ്ഞുതരേ. നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞതിന് അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എനിക്ക് ധൈര്യത്തിൽ ചാനൽ തുടങ്ങുന്ന ടൈം തുടങ്ങാലോ. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രാർത്ഥനയിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് നമ്മളെ ഷെന്നാണെങ്കിൽ എന്തോ ഒരു സംഭവം കണ്ടിട്ട് ഷോക്ക് ആകുന്നതായിരിക്കും അല്ലെ. സംഭവം എന്നായിരിക്കും, അവളാണെങ്കിൽ ആ ഒരു വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ഇവളെ ഐഡോൾ എന്നുള്ള സെയിം വണ്ടി ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇവക്ക് ഈ ഒരു വണ്ടിന്റെ എല്ലാ മോഡൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഷെന്ന് കറക്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇതാന്ന് ഇവര് വിചാരിച്ച വണ്ടി എന്ന് ഇവർക്ക് മനസ്സിലായ പാട് നമ്മളെ കണ്ണടയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഇവര് പോയ ആ ഒരു ലാസ്റ്റ് ലൊക്കേഷനിൽ അത് പരുതുന്നുണ്ടാവുമായിരിക്കും. അവസാനം നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു ലൊക്കേഷനിൽ പോകുന്ന ടൈമായിരിക്കും ഇവർക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നല്ലോണം അറിയാലോ. കാരണം ഇത്ര കാലം വണ്ടീൻ്റെ അടുക്കുന്ന നമ്മളെ പിള്ളേർക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ഹെൽപ്പിന് പോലീസുകാരെ വിളിക്കുന്നുണ്ടാവും. എന്നേരായിരിക്കും ഭയങ്കര സർപ്രൈസ് ആയിട്ട് നമ്മളെ ഷെങ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവുക. ഷെങ്ങിന്റെ വരവ് നമ്മൾ വരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവൻ ഒറ്റക്കല്ല, അവൻ്റെ കൂടെ കുറെ ആൾക്കാരുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ കൂടെ വന്ന ആ ഒരു ടീംസിനോട് ഇവിടെ മൊത്തം റൗണ്ട്സ് ചെയ്യാൻ പറയുന്നുണ്ടാവും. അവരാണെങ്കിൽ അവരെ പണി വൃത്തിക്ക് ചെയ്യുന്നുണ്ടാവേ. നമ്മളെ ഷെങ്ങാര മോയെ ശത്രുതയൊന്നും വെക്കാത്ത ഭയങ്കര നല്ല മോനാണ്. എനിക്ക് ഷെങ്ങിന് ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ആരും ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യണേ. ഈ പിള്ളേഴ്സ് മാത്രമായിരിക്കുള്ളൂ ഉണ്ടാവുക. ഇവരാണെങ്കിൽ ഡ്രോൺസും കാര്യങ്ങളൊക്കെ പറത്തി വിടുന്നുണ്ടാവുമായിരിക്കും. ഒരു ചാൻസ് പോലും ഇവർ മിസ്സാക്കാണ്ട് നമ്മളെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ നമ്മളെ പിള്ളേർ അവസ്ഥ ഭയങ്കര ദയനീയായിരിക്കും. ഇങ്ങനാണെങ്കിൽ ഇവരെ റെസ്ക്യൂ ചെയ്യാൻ ആൾക്കാർ വന്നെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടോ. പക്ഷേ അവനാണെങ്കിൽ തീരെ കഴിയുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ എണീക്കുന്നേ ഉണ്ടാവില്ല. അവൻ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയല്ലോ ആ ഒരു ഡോർ തട്ടാൻ നോക്കുന്നുണ്ടാവേ. പക്ഷേ ക്ഷീണിച്ച ഒരാൾക്ക് എത്രമാത്രം തട്ടാൻ പറ്റുമെന്ന് നമുക്ക് നല്ലോണം അറിയാലോ. ഇതൊന്നും അറിയാണ്ട് നമ്മളെ പിള്ളേർ എല്ലാവരും എല്ലാ ഏരിയയിലും ഓരോരുത്തരായിട്ട് ഇറങ്ങിയിട്ട് പരുതുന്നുണ്ടോ. പക്ഷേ ഇവരെ സൗണ്ട് കേൾക്കാണ്ട് അവർക്ക് പുറത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ടൈമായിരിക്കും അവൻ ഇങ്ങനെ സൂര്യപ്രകാശം അകത്തേക്ക് വരുന്നത് കാണുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ എന്ത് ചെയ്യും, ഇവന്റെ വാച്ച് പൊട്ടിച്ചിട്ട് അതിൽ ചെറിയൊരു മിറർ ഉണ്ടാവുമല്ലോ. ആ ഒരു മിറർ ആണെങ്കിൽ സൂര്യപ്രകാശത്തിന് നേരെ വെക്കും. അന്നേരം പ്രതിബിംബമാണെങ്കിൽ നമ്മൾ ആ ഒരു കോട്ടിലേക്ക്, അതായത് കോട്ട് അവൻ താഴെ ഇട്ടിട്ടുണ്ടാവേ, ആ ഒരു കോട്ടിലേക്ക് വരുന്നേരം നമ്മളിങ്ങനെ തീ വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അതിനെന്തോ ഒരു പേര് പറയാം. അതൊന്നും എനിക്ക് കിട്ടുന്നില്ല, തപ്പിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പറഞ്ഞാൽ തപ്പുക. അപ്പോൾ ആ സംഭവമില്ലേ, ആ സംഭവം ചെയ്തിട്ടാണെങ്കിൽ തീ വരുന്നുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ കുഞ്ഞിനാണെങ്കിൽ തീ പേടിയാന്നുള്ള കാര്യം നമുക്ക് നല്ലോണം അറിയാലോ. അവനാണെങ്കിൽ ആ ഒരു തീ കാണുമ്പോൾ പേടിച്ചിട്ട് നമ്മളെ പെണ്ണിൻ്റെ മേത്തേക്ക് വീകുന്നുണ്ടാവും. എന്നായിരിക്കും അവൾ എണീക്കുന്നുണ്ടാവുക. അവൾ എണീക്കുന്ന ടൈം ഈ ഒരു തീ ആയിരിക്കും കാണുന്നുണ്ടാവുക. അവൾക്ക് ഇവൻ എന്തെല്ലാം ചെയ്ത് വെച്ചത് മനസ്സിലാവുന്നില്ല. കുഞ്ഞാണെങ്കിൽ എണീക്കുന്നില്ല. ഫുള്ളൊരു പറഞ്ഞറിയ ഒരു ട്രബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും അവരിപ്പോൾ ഉണ്ടാവുക. നേരെ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ പുക വരുന്ന ഒരു വ്യൂ കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സ്ഥലത്തായിരിക്കും പിള്ളേർ പെട്ട് കിടക്കുന്നുണ്ടാവുക. എങ്ങനെ അവരെ രക്ഷിക്കാൻ പറ്റും, അവർ രക്ഷപ്പെടുവോ, നിങ്ങൾ അഭിപ്രായം എന്നാ? ഇതേ ടൈമായിരിക്കും ആ ഒരു കില്ലർ അവിടെ തന്നെ ഉണ്ടാവുക. അവനാണെങ്കിൽ നമ്മളെ പിള്ളേരെ ഇവരെല്ലാവരും പരുത്തുന്നത് കാണുന്നുണ്ടാവും. നമ്മളെ ജിയാങ്ങില്ലേ, അവനാണെങ്കിൽ നമ്മളെ പിള്ളേരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് നമ്മൾ ഷെങ്ങിനോട് പറയുന്നത് ഈ ഒരു കില്ലർ കേൾക്കുകയോ, കില്ലറാണെങ്കിൽ ട്രിക്ക് എടുത്തിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് നടന്നിട്ട് പോകുക. അപ്പം ജിയാങ് ആണെങ്കിൽ നമ്മളെ പിള്ളേർ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കാണല്ലോ പോകുക. പക്ഷേങ്കിൽ എല്ലാം തകിടം മറച്ചിട്ട് നമ്മളെ പിള്ളേരെ ഡ്രോൺ ആണെങ്കിൽ ഈ ഒരു പുക വരുന്നത് കണ്ടിട്ട് അത് നേരെ ഷെങ്ങിനോട് പറയും. ഷെങ് ആണെങ്കിൽ ഇവരോട് എല്ലാവരോടും പറയേ ഈ കില്ലർ ആണെങ്കിൽ ഇവരെല്ലാം ഡൈവേർട്ട് ആയിട്ട് കില്ലർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് കില്ലർ നേരെ നമ്മളെ പിള്ളേരുള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ഷെങ്ങും പിള്ളേർ എല്ലാവരും ആണെങ്കിൽ നമ്മളെ പിള്ളേരുള്ള സ്ഥലത്തേക്ക് തന്നെയായിരിക്കും വരുന്നുണ്ടാവും. കില്ലർ ആണെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ട് പിള്ളേരുള്ള സംഭവം തുറക്കാൻ പോകുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ കില്ലർ ആണെങ്കിൽ ഷെങ് വരുന്നത് മനസ്സിലാക്കിയിട്ട് അവൻ അവിടുന്ന് മാറിക്കളയുന്നുണ്ടാവും. നമ്മളെ ഷെങ് ആയിരിക്കും ഇവരെ കണ്ടുപിടിച്ചിട്ട് ഇവരെ രക്ഷിക്കുന്നുണ്ടാവുക. നമ്മളെ ഷെങ് ആണെങ്കിൽ എന്ത് പറഞ്ഞാലും പാവം ഷെങ്ങിന് സോങ്ങിനെ കിട്ടിയാൽ മതിയെന്നല്ലേ. ഏത് ജോഡിനെ ഇഷ്ടം, ഷെങ്ങിനെയും നമ്മളെ സോങ്ങിനെയാണോ ഏതെങ്കിലും നമ്മളെ കുഞ്ഞിനെയും സോങ്ങിനെയാണോ? എന്തെങ്കിലും ആകട്ടെ, എന്തായാലും നമ്മളെ പിള്ളേർ രണ്ടാളും സേഫ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. രണ്ടാളും രണ്ട് റൂമിലായിരിക്കും കിടന്നിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കൻ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചിട്ട് ചെരുപ്പൊന്നും ഇടാണ്ട് ഓടിയിട്ടായിരിക്കും അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. അവനായിരിക്കും അവൾക്ക് ചെരുപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ ഷെങ്ങാണെങ്കിൽ ഒരു കുശുമ്പോ ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവേ. ഷെങ്ങിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാകും. അവനാണെങ്കിൽ ഇവരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നവരായിരിക്കും. അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അച്ഛനും മോനും സംസാരിച്ചോട്ടെ
എന്ന് വിചാരിച്ചിട്ട് സോങ് ആണെങ്കിൽ നമ്മളെ ഷെങ്ങിനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോകും. അച്ഛനാണെങ്കിൽ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല, ഭയങ്കര കെയറോട് കൂടിയിട്ടായിരിക്കും ഇവനോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ക്യുന്നാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് ഒരു കളിയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും ഇരിക്കുക. ഈ ടൈം നമ്മളെ കുരുട്ട് ചെക്കനെയും കൂട്ടിയിട്ട് പെണ്ണ് പുറത്തേക്ക് പോയിട്ടില്ലേ, അവളെന്നാ സുമ്മാ പോയതാ. അവക്കാണെങ്കിൽ അവനെ ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. അവളാണെങ്കിൽ അവനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അവളാണെങ്കിൽ ചോദിക്കും, നിനക്കെന്നെ ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അവനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാകുമെന്ന് പറയൂ. ഇതേ ടൈം അവളെ ഒരു സ്പെക്സ് വെച്ചിട്ട് അവനോട് ചോദിക്കും, ഇപ്പൊ നിനക്ക് അതേ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കേ. നമ്മളെ ഷെങ്ങാണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ടാവും. കാരണം സ്പെക്സ് വെച്ചിട്ട് ഇവൻ അധികം ഇവളെ കണ്ടിട്ടുണ്ടാവില്ല. ഉണ്ടായിരിക്കും ഇവനാണെങ്കിൽ ഇവളെ പിന്നാലെ തന്നെ ഇത്ര ക്രഷ് അടിച്ചിട്ട് പോകുന്നുണ്ടാവുക. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നേരം അവന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ചുറ്റിനും നടന്നിട്ട് അവളോടാണെങ്കിൽ ഒന്നും കൂടി കണ്ണട ഊരാൻ പറയും. കണ്ണട ഊരുന്ന ടൈമിൽ ഇവന് അട്രാക്ഷൻ ഉള്ള ആ ഒരു പെണ്ണായിട്ടും പിന്നെയും കണ്ണട ഇടുന്ന ടൈമും മറ്റേ സാധാരണ പെണ്ണായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. അവനാണെങ്കിൽ ചോദിക്കും, എടി നീ ഇങ്ങനെ മാലാഖിയാറ്റാന്നോ, നീ ഇങ്ങനെ സ്വർഗത്ത് നറ്റം വന്നതാന്നോ, അങ്ങനെ ഇങ്ങനെ 100 ഡൗട്ട് ചോദിക്കുന്നുണ്ടാവേ. നമ്മളെ പെണ്ണ് ഒരക്ഷരം മിണ്ടുന്നുണ്ടാവില്ല. ഇനി ഒരു കാര്യം ഉറപ്പാ, നമ്മളെ ഷെങ്ങാണെങ്കിൽ ഉറപ്പായിട്ട് ഇവളെ പിന്നാലെ തന്നെ നടക്കൂല. ഈ ടൈം ചെക്കനെ നോക്കുന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛൻ കണ്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ ജിങ്കി ആണെങ്കിൽ ഇവന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടിട്ടായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. ഇവളാണെങ്കിൽ ഇവനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് പോയാൽ പോരെ. ഇവളാണെങ്കിൽ നമ്മളെ സോങ്ങിനെ കൊണ്ട് പിന്നെയും കുറ്റം പറഞ്ഞു കൊടുത്തൊക്കെ. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, ജിങ്കി നീ മിണ്ടാണ്ട് നിന്നോ, കുറെ കാലമായി നീ തുടങ്ങിയിട്ട് ഇനി മുതൽ എൻ്റെ വൈഫിനെ കൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് ഒരു പാഠം പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവേ. നേരെ നമ്മളെ പെണ്ണിന്റെ റൂമിലായിരിക്കും പോകുന്നുണ്ടാവുക. അവൾ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ വിൻഡോയിലൂടെ താഴോട്ടേക്ക് നോക്കുന്ന ടൈം നമ്മളെ ഷെങ്ങും അവളും ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ വർത്താനൊക്കെ പറയുന്നതായിരിക്കും കാണുന്നുണ്ടാവുക. നമ്മളെ കുഞ്ഞിന് സഹിക്കുക. അവനാണെങ്കിൽ താഴോട്ടേക്ക് പോകുന്നുണ്ടാവും. താഴെ നോക്കുന്നേരം നമ്മളെ ഷെങ്ങാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മളെ പെണ്ണും ഇതിങ്ങനെ സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക. അവനാണെങ്കിൽ അവള് പോകുന്നേരം ഒരു സങ്കടത്തോട് കൂടിയിട്ടായിരിക്കും അവളെ നോക്കുന്നുണ്ടാവുക. അതിന്റെ അർത്ഥം എന്നാൽ നമ്മളെ ഷെങ്ങിന്റെ മനസ്സിൽ ഇപ്പൊ ആ സ്നേഹമുണ്ട്, പക്ഷെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റൂല. അങ്ങനെ അവനാണെങ്കിൽ അവിടുന്ന് എണീക്കാൻ നിൽക്കുന്നവരായിരിക്കും നമ്മളെ ചെക്കനെ കാണുന്നുണ്ടാവുക. ക്യുന്നിനെ കണ്ടപാട് നമ്മളെ ഷെങ്ങ് പേടിക്കുന്നുണ്ട്. ഈ ഒരു രംഗം കോമഡിയാണ്. ഞാൻ കുറേ നേരം ചിരിച്ചിന് ഈ ഒരു രംഗം കണ്ടിട്ട്. നല്ല രസമുണ്ട്. ചെറുതാണെങ്കിലും ഭയങ്കര കോമഡിയാണ്. അപ്പൊ നമ്മളെ ഷെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, നീ എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതിന് തോന്നുന്നു. പക്ഷെങ്കിൽ നമ്മളെ ക്യുന്ന അങ്ങോട്ടേക്ക് വന്നതിന് ഒരു റീസൺ ഉണ്ട്. അവൻ ഒളിഞ്ഞു നിന്നിട്ട് കേൾക്കേണ്ടിട്ടായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. നമ്മളെ ഷെങ്ങിനോട് താങ്ക് യു പറഞ്ഞിട്ട് അവനുമായിട്ട് ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മളെ ക്യുന്ന് കൈ കൊടുക്കുന്ന ടൈം ഷെന്നാണെങ്കിൽ കൊന്നിട്ടും കൈ കൊടുക്കൂല എന്നിരിക്കും ഫസ്റ്റ് പറയുന്നുണ്ടാവും. പക്ഷെങ്കിൽ പെട്ടെന്ന് ഓക്കെ എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നേരം നമ്മളെ ക്യുന്നാണെങ്കിൽ നമ്മളെ സോങ്ങിനെ കാണുവേ. സോങ്ങിനെ കണ്ടപാട് ക്യുന്ന് തകർത്തഭിനയിക്കും. എൻ്റെ കൈ നോക്കാൻ പറഞ്ഞിട്ട് നോക്കുന്നേരം എന്നായിരിക്കും. ഇങ്ങും സോങ്ങും ഭയങ്കര ഹാപ്പിയിൽ സംസാരിക്കുന്നത് ഇവൻ കണ്ടിനല്ലോ. അത് ഇവന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതിന്റെ കുശുമ്പ് തീർക്കേണ്ടിട്ടായിരിക്കും നമ്മളെ ഷെങ്ങിന്റെ മേലെ ഈ ഒരു തെറ്റിടുന്നുണ്ടാവുക. നമ്മളെ ഷെങ്ങാണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഇവൻ എന്തെല്ലോ കാണിക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ ക്യുന്നിനെ കാണിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മളെ സോങ് ആണെങ്കിൽ വന്നിട്ട് ഷെന്നിനെയും ചീത്ത പറഞ്ഞിട്ട് ക്യുന്നിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുകയെ. ക്യുന്നാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കണ്ടിട്ട് നമ്മളെ പെണ്ണിന്റെ ഷോൾഡറിലൂടെ കയ്യൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ റൂമിലാക്കിയതിന് ശേഷം പോകാൻ നിൽക്കുന്നേരം അവൻ വിടുന്നേ ഉണ്ടാവില്ലേ. അവള് പിന്നെയും പോകാൻ നിൽക്കുന്നേരം അവനാണെങ്കിൽ പറയും, എനിക്ക് ഭയങ്കര തലവേദനയാണ്, തലയൊന്ന് മസാജ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുക. ഇവക്കാണെങ്കിൽ ഇതിവന്റെ ട്രിക്കാണെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവൾ വേറെ ഒന്നും പറയാണ്ട് തല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അവനും ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ രണ്ടാളും ഇതുപോലെ ഉറങ്ങിയതിനൊക്കെ ശേഷമായിരിക്കും വീട്ടിലേക്ക് പോകുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ മാമനും അമ്മ ഇരിക്കുന്ന ടൈം അമ്മ എന്തോ ഒരു കുരുട്ടത്തരം പറയാൻ നിൽക്കുന്നുണ്ടാവേ. ഇതേ ടൈം ആയിരിക്കും മാമനൊരു കോള് വരുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും ഒരു ഡോക്ടർ എടുത്തുനിന്നായിരിക്കും. നമ്മൾ ജീക്കാണെങ്കിൽ ഫയർ പേടിയാന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു മാമന് അറിയില്ലായിരിക്കും. ഈ ഒരു ഡോക്ടർ പറഞ്ഞിട്ടായിരിക്കും നമ്മളെ മാമന് അറിയുന്നുണ്ടാവുക. ഇത് കേൾക്കുന്നേരം തന്നെ മാമന്റെ മൈൻഡിൽ കുറേ കുരുട്ടത്തരം ഉദിക്കുന്നുണ്ടാവുമായിരിക്കും. ഉറപ്പായിട്ട് അത് നമ്മളെ ക്യുന്നിനും സോങ്ങിനും ഇട്ടിട്ടുള്ള പണിയാണ്. അങ്ങനെ ഓഫീസിലെത്തിയ നമ്മളെ ക്യുന്നും ലിന്നും കൂടിയിട്ടാണെങ്കിൽ എന്തെല്ലാം സംഭവിച്ചെന്നുള്ള കാര്യം പറയുന്നതായിരിക്കും. അതായത് ഇവർക്ക് രണ്ടാൾക്കും
രണ്ടുപേർക്കും പരസ്പരം സംസാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു ക്ലൂയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്യാങ് ആണെങ്കിൽ ഓൾറെഡി മരിച്ച്, ഇവരെ സംശയ ലിസ്റ്റിലത്തെ ഫസ്റ്റ് ആൾ ക്യാങ് ആയിരിക്കും. അവൾ മരിച്ച്, അത് മരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൻ്റെ പിന്നിൽ വേറൊരാളും കൂടിയുണ്ട്. അതായിരിക്കും ഇവർ തിങ്ക് ആക്കുന്നുണ്ടാവുക. അതുമാത്രമല്ല, ഈ ഒരു കേസ് മാത്രമല്ല, 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു തീപിടുത്തവും നമ്മളെ പെണ്ണിൻ്റെ അമ്മേൻ്റെ ആ ഒരു പ്രശ്നമില്ലേ, അതൊക്കെ തമ്മിൽ എന്തെല്ലോ കണക്ഷൻ ഉണ്ട് എന്നായിരിക്കും ക്യുന്നു പറയുന്നുണ്ടാവുക. അത് തന്നെയായിരിക്കും നമുക്കും തോന്നുന്നുണ്ടാവുക. പക്ഷേ എന്നാ ഏതാന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അതേ ടൈം ആയിരിക്കും ഒരാൾ വന്നിട്ട് ഇവൻ്റെ കൈമിൽ ഒരു കാർഡ് കൊടുക്കുന്നുണ്ടാവുക. നോക്കുമ്പോൾ എന്നായിരിക്കും ഇവനെ ആണെങ്കിൽ ഒരു പൊസിഷനിലേക്ക് വരുത്താമെന്ന് പറഞ്ഞിട്ടില്ലേ, ജനറൽ മാനേജറിൻ്റെ പൊസിഷനിലേക്ക്. ആ ഒരു പൊസിഷൻ ആണെങ്കിൽ നാളെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവിടുന്ന് തരാമെന്നായിരിക്കും ആ ഒരു കത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഒരു കാര്യം നമ്മളെ ക്യുന്നാണെങ്കിൽ ലിന്നിനോടും പറയുന്നുണ്ടാവേ. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈമായിരിക്കും ആ ഒരു മീറ്റിംഗ്. ഇവരെല്ലാവരും ആ ഒരു മീറ്റിങ്ങിലേക്ക് പോകും. നമ്മളെ ചെക്കൻ്റെ കൂടെ നമ്മളെ പെണ്ണും ഉണ്ടാവും. അങ്ങനെ ആ ഒരു മീറ്റിംഗ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു പൊസിഷൻ കൈമാറേണ്ടിയിട്ട് നമ്മളെ അച്ഛനായിരിക്കും ഫസ്റ്റ് വിളിക്കുന്നുണ്ടാവുക. അച്ഛനാണെങ്കിൽ നമ്മളെ ചെക്കനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പുകഴ്ത്തി പറയുന്നുണ്ടാവും. ഇതൊന്നും നമ്മളെ മാമന് ഒട്ടും പിടിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഈ ഒരു അച്ഛനായിരിക്കും മീൻസ് ഒരു തീ കത്തിക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും. നമ്മളെ മാമനാണെങ്കിൽ നമ്മളെ ചെക്കന് തീ പേടിയെന്നുള്ള കാര്യം നല്ലോണം അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ അച്ഛനോട് നമ്മളെ ക്യുന്നിനെയും കൂടി കൂട്ടാൻ പറയുന്നുണ്ടാവും. ഇത് കേട്ടപാട് നമ്മളെ ക്യുന്നിൻ്റെ കൈയാണെങ്കിൽ സോങ് പിടിക്കുന്നുണ്ടാവേ. പക്ഷേ നമ്മളെ ക്യുന്നാണെങ്കിൽ ഞാൻ പോയിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയിൽ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെങ്കിൽ അവൻ സ്റ്റേജിലെത്തിയിട്ട് ആ ഒരു തീ കണ്ടപാട് തന്നെ അവൻ്റെ മൊത്തം കൺട്രോളും പോകുന്നുണ്ടാവുമായിരിക്കും. മാക്സിമം അവനാണെങ്കിൽ അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവനാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് ഒട്ടും പറ്റുന്നുണ്ടാവില്ല. ആണെങ്കിൽ ഇപ്പം വീകൂ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണ് വന്നിട്ട് അവൻ്റെ കൈ പിടിക്കുന്നുണ്ടാവുക. ആർക്കും എന്നാ സംഭവം ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ലേ. എല്ലാവരും ഒരുമാതിരി രീതിയിലായിരിക്കും ഇവനെ നോക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മളെ പെണ്ണ് ആ ഒരു ടൈം അവിടെ വന്നത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ആ ഒരു ഫയർ ആണെങ്കിൽ അവൻ കൊളുത്തുന്നുണ്ടാവും. അങ്ങനെയല്ല പറയാം, ആ കൊളുത്തുന്നുണ്ടാവും. ചെക്കൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്ട്രെങ്ത് തന്നെ നമ്മളെ പെണ്ണാന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു നിമിഷത്തിലായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക. നമ്മളെ മാമൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് മാമൻ ഭയങ്കര സങ്കടത്തിലാണ്. സങ്കടവും ദേഷ്യവും തീർക്കേണ്ടിയിട്ട് അയാളാണെങ്കിൽ നമ്മളെ പിള്ളേരെ മുന്നിൽ വന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ടാവുമായിരിക്കെ. ഇത് കാണുമ്പോൾ നമ്മളെ ചെക്കനെ തീരെ സഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇയാളോട് എന്ത് പറയാനാ, ഇയാൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ട് പറയാൻ പറ്റുമോ? ഒന്നും ഇയാൾക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല. അതേ ഒരു ടയേർഡിലായിരിക്കും നമ്മളെ ചെക്കനും പെണ്ണും വീട്ടിലേക്ക് വരുന്നുണ്ടാവും. അവളാണെങ്കിൽ അവനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ പറയൂ, നിനക്ക് എന്നെ ഇങ്ങനെ മടുത്താ, എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര യൂസ്ലെസ് ആണെന്നാ. ഒരു ഫയർ വരെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എത്രക്ക് യൂസ്ലെസ് ആണെന്നൊക്കെ ചോദിച്ചിട്ട് അവനെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും ഒരിക്കൽ. പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ അവനിങ്ങനെ പുഷ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യില്ലേ, അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ്റെ കൂടെ തന്നെ നിൽക്കും. ടൈം നമ്മളെ ചെന്നാണെങ്കിൽ അടിച്ച് പാമ്പായിട്ടായിരിക്കും വീട്ടിൽ വരുന്നുണ്ടാവുക. വീട്ടിലെത്തിയിട്ട് സോഫയിൽ ഇരിക്കുന്നവരായിരിക്കും. അവൻ്റെ അമ്മേനെ കണ്ടിട്ട് അവനൊരു പേടിക്കലുണ്ടാവേ. അങ്ങനെ പേടിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ കുറേ ചീത്തയും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവരായിരിക്കും. അമ്മ വന്നിട്ട് ഇവനെ ചീത്ത പറയുന്നുണ്ടാവുക. കാരണം നമ്മൾ അതായത് നമ്മളെ ക്യുന്നാണെങ്കിൽ വന്ന കുറച്ച് ദിവസത്തിനകം തന്നെ ഇവരായൊരു ഗ്രൂപ്പിൽ തന്നെ ചേർന്നില്ലേ. അപ്പോൾ ഇവനാണെങ്കിൽ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിൻ്റെ പേരിൽ അമ്മയാണെങ്കിൽ ഇവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവേ. അമ്മ ഇത്രക്കാരം കാര്യങ്ങൾ പറയുന്നതും ഇവനാണെങ്കിൽ നൂഡിൽസ് ആണെങ്കിൽ ക്ലിയർ സൂപ്പാക്കിയിട്ട് ഉണ്ടാക്കി തരുമെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമുക്ക് എന്ത് വന്നാലും ഫുഡ് ബുക്ക് ചെയ്യുമെങ്കിലേ അമ്മയാണെങ്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാന്നുള്ള രീതിയിൽ അകത്തേക്ക് പോകുന്നുണ്ടാവും. നമ്മളെ ക്യുന്നാണെങ്കിൽ ആ ഒരു കമ്പനിയിൽ കയറി പറ്റിയത് കൊണ്ട് തന്നെ നമ്മളെ ജിയാങ്ങും ലിന്നും ഒരുപാട് ഹാപ്പി ആയിരിക്കും. എസ്പെഷ്യലി നമ്മളെ ജിയാങ് ആയിരിക്കും ഹാപ്പി. അവനാണെങ്കിൽ ആ ഒരു കാര്യം ലിന്നിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും. ക്യുന്നാണെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും ടീ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നമ്മളെ ക്യുന്ന് വന്നപാടി ഇവരോട് രണ്ടാളോടും താങ്ക്സ് പറയുന്നുണ്ടാവേ. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, നമുക്കിങ്ങനെ താങ്ക്സ് ഒന്നും പോരാ, നമ്മളിങ്ങനെ കുറേ ഹാർഡ് വർക്ക് ചെയ്തതല്ലേ, എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതേനു എന്ന് പറയും. അതേ ടൈമായിരിക്കും എന്തോ ഒരു അടുത്ത പ്ലാനുള്ള കാര്യം നമ്മളെ ക്യുന്ന് പറയുന്നുണ്ടാവുക. ഇതിനെ കൊണ്ട് നമ്മളെ ജിയാങ്ങിനെ അറിയില്ലായിരിക്കും. ജിയാങ്ങിന് നമ്മളെ ക്യുന്ന് ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ ആ ഒരു മെസ്സേജ് ഇവൻ കാണുന്നുണ്ടാവില്ല. ഇപ്പം ആയിരിക്കും കാണുന്നുണ്ടാവുക. സംഭവം എന്നാന്ന് വെച്ചാൽ 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു തീപിടുത്തം ഉണ്ടായിട്ടില്ലേ, അവിടെ നിന്നാണെങ്കിൽ നമ്മളെ ചെക്കന് ഒരു കഫ് ലിങ്ക് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതിനാണെങ്കിൽ ഒരു സിമ്പലും ഉണ്ടാവുമായിരിക്കും. ഇവരെ കമ്പനിയിൽ
ഓരോരുത്തർക്കും ഓരോ സിമ്പിളായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഈ ഒരു ഡയറക്ടേഴ്സ് ഗ്രൂപ്പിന് മാത്രമായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ഈ കൂട്ടത്തിലത്തെ ആരോ ഒരാൾ ആ ഒരു തീപിടുത്തം ഉണ്ടാക്കി എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അതിനെ കൊണ്ടായിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കഫ്ലിങ് ആരാണോ ഉണ്ടാക്കിയത് അവരെ പരിധിയിട്ട് ഇവർ പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അയാൾ മരിച്ച രീതിയിലായിരിക്കും മരിച്ച രീതിയിൽ ഇവർ കണ്ടുന്നല്ല, മരിച്ചതായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. ഇവരെ ഒരു ഗോഡൗൺ പോലത്തെ ഒരു സ്ഥലത്താണ്, ഗോഡൗൺ എന്നല്ല മീൻസ് ഫയലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലത്തിലെ ആ സ്ഥലത്താണെങ്കിൽ ഓരോരുത്തർക്ക് എപ്പാണോ ആ ഒരു കഫ്ലിങ് കൊടുത്തത് ആ ഒരു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി എന്നുള്ള കാര്യം നമ്മളെ ചെക്കിന് അറിയായിരിക്കും. ഈ ഒരു കാര്യം നമ്മളെ ക്യുന്നാണെങ്കിൽ ഇവരോട് രണ്ടാളോടും പറയും. നമ്മളെ ജിയാങ്ങിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആവേശമായിട്ട് നമ്മളെ ക്യുന്നിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടാവേ. പക്ഷേ ആ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ കയറാനാണെങ്കിൽ ഇവരെ ഫോൺ എടുക്കാൻ പാടില്ല. അത് മാത്രമല്ല ജിയാങ്ങിനെയും കൂട്ടാൻ പാടില്ലായിരിക്കും. നമ്മളെ ചെക്കൻ മാത്രമല്ല ആ ഒരു കമ്പനിയിലത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്യുന്നിന് വേണമെങ്കിൽ പോകാം. അങ്ങനെ ക്യുന്നിൻ്റെ കൂടെ വേറൊരു സ്റ്റാഫും കൂടി ഉണ്ടാവും. ഇന്നത്തെ ദിവസമാണെങ്കിൽ എൻ്റെ നാവ് കുഴഞ്ഞ് ഒരുമാതിരി കുഴയലാണ്. റെക്കോർഡ് ചെയ്ത് അവസാനം എനിക്ക് മടുപ്പായിട്ട് നിർത്താൻ വരെ തോന്നിന്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും ക്ഷമിക്കുന്നത് പോലെ ഈ പ്രാവശ്യം ക്ഷമിക്കണേ. നമ്മളെ ക്യുന്നും സ്റ്റാഫും ആണെങ്കിൽ ആ ഒരു റൂമിൽ കയറുന്നേരം ഇവനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്റ്റാഫിനെ ഇങ്ങനെ മയക്കി എടുക്കുന്നുണ്ടാവും. പെട്ടെന്നായിരിക്കും അവനാണെങ്കിൽ അവന് ആവശ്യമുള്ള ഒരു ഫയൽ കിട്ടുന്നുണ്ടാവുക. അവനാണെങ്കിൽ തന്ത്രപരമായിട്ട് ആ ഒരു ഫയൽ തുറന്നു നോക്കി അത് തുറക്കുന്ന ടൈം അവൻ ശരിക്കും ഷോക്കാവുന്നുണ്ടാവും. അവൻ്റെ മുഖത്ത് നല്ല കലിപ്പ് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ വിചാരം ആരായിരിക്കും ആ ഒരു കഫ്ലിങ്ക് എടുത്തു വെച്ചിട്ടുണ്ടാവില്ല ആരതായിരിക്കും ആ ഒരു കഫ്ലിങ്ക്? ഞാൻ നിങ്ങൾക്ക് 2 ക്ലൂ തരാം. ഒന്ന് നമ്മളെ അച്ഛനും ഒന്ന് നമ്മളെ മാമനും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ സ്കൂളൊക്കെ തുറന്നത് കൊണ്ട് തന്നെ ഒരു അടിപൊളി സ്കൂൾ ഡ്രാമയായിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്കൂൾ ഡ്രാമ ചെയ്യാത്തത് കുറേ ആയില്ലേ, എനിക്കാണെങ്കിൽ ചെയ്യാൻ ആശയായി പോകുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ട്, അതിൽ പോയിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ. അതാകുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഒന്നും വേണ്ടല്ലോ, ഒന്ന് ക്ലിക്ക് ചെയ്യലേ വേണ്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. അപ്പോൾ പോയിട്ട് മറക്കാണ്ട് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും ചെയ്യണം. ബാക്കി എപ്പിസോഡൊക്കെ നമുക്ക് വേഗം ഇട്ടിട്ട് തീർക്കാം. ഡെയിലി 2 എപ്പിസോഡ് ഒന്നാക്കിയിട്ട് ചെയ്തിട്ട് ഞാൻ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അധികമൊന്നും പറയണേ. ബൈ.